നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരത്തിൽ കളി നിയന്ത്രിക്കുന്നത് പൂർണ്ണമായിട്ടും അർജൻറ്റീനക്കാരാണ്. അത് വലിയ രൂപത്തിലുള്ള സർപ്രൈസ് ഉണ്ടാക്കിയ കാര്യമാണ്. റഫറിങ് ടീമിൽ 5 പേരും അർജൻറ്റീനക്കാരാവുക. അതങ്ങനെ സാധാരണ സംഭവിക്കാറില്ല. ഫിഫ എന്തുകൊണ്ട് അവരുടെ, അതായത് അർജൻറ്റീനയുടെ ഈ വേൾഡ് കപ്പ് കിരീടത്തിനുള്ള സ്ട്രൈറ്റ് ഓപ്പണൻസ് ആയിട്ടുള്ള ഫ്രാൻസിൻ്റെ കളിക്ക് അർജൻറ്റീനക്കാരെ തന്നെ പൂർണ്ണമായും ഡിപ്ലോയ് ചെയ്തു എന്നുള്ളൊരു ചോദ്യം ബാക്കിയുണ്ട്. അത് ഒരു തർക്കം അല്ലെങ്കിൽ ഒരു വിവാദമായിട്ട് അങ്ങനെ നിൽപ്പുണ്ട്. ഇപ്പോൾ ഫ്രഞ്ചുകാരനാണ് ഈ അർജൻറ്റീന വേഴ്സസ് ഈജിപ്ത് മത്സരം നിയന്ത്രിച്ചത്. പക്ഷേ ആ റഫറിങ് ടീം മുഴുവനായിട്ട് ഫ്രഞ്ചുകാരായിരുന്നില്ല എന്ന കാര്യവും ശ്രദ്ധിക്കുക. ഇവിടെ മുഴുവൻ റഫറിങ് ടീമും അർജൻറ്റീനക്കാരാണ്. സ്വാഭാവികമായിട്ടും ദിദിയ ദശാവരോട് അതിനെക്കുറിച്ച് ചോദിച്ചു. എന്ത് പറയുന്നു, റഫറിങ് ടീം പൂർണ്ണമായിട്ടും അർജൻറ്റീനയാണല്ലോ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, നിങ്ങൾ കണ്ടില്ലേ അർജൻറ്റീന വേഴ്സസ് ഈജിപ്ത് മത്സരത്തിലെ റഫറിങ് സൂപ്പറായിരുന്നില്ലേ. ഫ്രഞ്ചുകാരനായിട്ടുള്ള ഫ്രാങ്കോയിസ് ആണ് ആ ഒരു കളി നിയന്ത്രിച്ചത്. അപ്പോൾ അതാണ് അദ്ദേഹം പറയുന്നത്, അത് സൂപ്പറായിരുന്നില്ലേ, അതുപോലെ തന്നെ ഞാനും പ്രതീക്ഷിക്കുന്നു, ഞങ്ങളുടെ കളിയിൽ റഫറിങ്ങും നന്നായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് കോച്ചിൻ്റെ മറുപടി. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്തരം അപ്പോയിൻറ്റിങ്ങിനെ കുറിച്ച് മറ്റുമൊക്കെ ചോദ്യം ചോദിക്കാം. പക്ഷേ ഈ അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യത്തിൽ, റഫറി അപ്പോയിൻ്റ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്കതിനെക്കുറിച്ചൊന്നും ചെയ്യാനില്ല. ഞാൻ റഫറിമാരെ വിശ്വസിക്കുക, അത് മാത്രമേ ഇപ്പോൾ എനിക്ക് ഈ കാര്യത്തിൽ ചെയ്യാനുള്ളൂ. ഞാൻ വിചാരിക്കുന്നത് മിസ്റ്റർ ടെല്ലോ, അതായത് അർജൻറ്റീനക്കാരനായിട്ടുള്ള ഈ കളി നിയന്ത്രിക്കുന്ന റഫറി മിസ്റ്റർ ടെല്ലോ, അതുപോലെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസും നല്ല രൂപത്തിൽ മിസ്റ്റർ ലെറ്റക്സിയർ, ഫ്രാങ്കോയിസ് ലെറ്റക്സിയർ, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസും ആ ഒരു മത്സരത്തിൽ, അർജൻറ്റീനയുടെ മത്സരത്തിൽ എങ്ങനെയാണോ കളി നിയന്ത്രിച്ചത് അതുപോലെ തന്നെ ഞങ്ങളുടെ കളിയിൽ ഇവരും നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒബ്വിയസ്ലി അപ്പോൾ ആ കളിയിൽ കുറേ വിവാദമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല, അതിനെക്കുറിച്ച് ചോദിച്ചു പറഞ്ഞു. ഒബ്വിയസ്ലി എല്ലായ്പ്പോഴും ഡിസിഷനുകളുമായി ബന്ധപ്പെട്ട് ഡിബേറ്റുകൾ ഉണ്ടാവും. അത് നമ്മൾ ഏത് ടീമിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു എന്നനുസരിച്ചാണ് ഉണ്ടാവുക. ഏതായാലും എൻ്റെ ഓപ്പണൻറ്റ് മൊറോക്കോയാണ്, അല്ലാതെ റഫറി അല്ല എന്നുകൂടി ദിദിയ ദശാം പറഞ്ഞിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.